നമ്മളുടെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞ UDF-ലെ ഘടകകക്ഷി നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ ലീഗിന്റെ മുതിർന്ന നേതാക്കളെല്ലാം അവർക്ക് ഒപ്പമുണ്ട്. അപ്പൊ PK കുഞ്ഞാലിക്കുട്ടി കേരള നിയമസഭയിലേക്ക് ചരിത്ര ഭൂരിപക്ഷവുമായാണ് ഇത്തവണത്തെ വരവ്. അപ്പോൾ ആരാണ് ലീഗിന്റെ കൽബിൽ അത് അറിയിച്ചുള്ള വരവാണ്? എന്തെങ്കിലും പറയുമോ എന്ന് നോക്കാം. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ചർച്ച ചെയ്തത് ഞങ്ങൾ അറിയിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ഒപ്പീനിയൻ പാർട്ടിയുടെ ഒപ്പീനിയൻ അവരോട് അറിയിച്ചു. അത് ഇനി അവരുടെ ലീഡർഷിപ്പിനെ അറിയിച്ച് അവിടുന്ന് പിന്നെ എന്താ അതിൻ്റെ നടപടിക്രമം എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അവരെ അറിയിക്കും. അവരെ കമ്മ്യൂണിക്കേഷൻ അല്ല, ഞങ്ങൾ അവരോട് പറഞ്ഞത് ഇപ്പൊ മീഡിയ ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളെ എങ്ങനെ ചോദിച്ചാലും ഇതിലേറെ ഞങ്ങളൊന്നും പറയാൻ ഉദ്ദേശിച്ചു. ഓക്കെ അല്ല ഓക്കെ അല്ല, അത് നിങ്ങളിപ്പോ ഇതൊന്ന് ഞങ്ങൾ പറഞ്ഞത് മാത്രമേ ഇപ്പൊ പറയുന്നത്. കൂടുതലായിട്ട് ഞങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. our party opinion as authorized by the party committee, we have told them. They patiently listened to that, and they said they will be reporting that to their high command. Now further communication we are awaiting from Delhi. Our decision will be according to that. Should be done at the earliest. A decision should be taken at the earliest. Have you put pressure? Taking earliest. Okay. Swearing will be, sir, before 16, sir. Swearing will. That you ask them. Leave. No further thing. വർഷങ്ങളായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക്, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുള്ള തഴമ്പും വഴക്കവുമുള്ള നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. പറഞ്ഞതിലപ്പുറം ഒരു വരി കൂടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. തന്റെ നിലപാട്, അതായത് ലീഗിന്റെ എല്ലാ അംഗങ്ങളെയും കേട്ടതിന് ശേഷം എടുത്ത തീരുമാനം എന്താണ്, മുസ്ലിം ലീഗിന്റെ ആരാണ് മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ആ തീരുമാനം AICC-യിൽ നിന്ന് വന്ന നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അത് അവർ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ എന്നാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇത് കഴിഞ്ഞ് RSP, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, അങ്ങനെ എല്ലാ ഘടകകക്ഷികളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ നേതാക്കളെ AICC-യുടെ നിരീക്ഷകർ കാണും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഇതിനൊക്കെ മുൻപ് ആരാണ്, അതായത് ഫലം വരുന്നതിന് മുൻപ് തന്നെ ആരാണ് ജനവികാരമാർക്കൊപ്പമാണ്, ജനഹിതമാർക്കൊപ്പമാണെന്ന് പറഞ്ഞ് ലീഗ് എവിടെ നിൽക്കുന്നു ഈ വിഷയത്തിൽ? മൂന്നിൽ ലീഗ് ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് വ്യക്തമാക്കിയതാണ് ലീഗ്. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് പരസ്യമായ നിലപാട് പറയുന്നു. അപ്പോൾ ഘടകകക്ഷികൾ കൂടി പരിഗണിച്ചാണ് ഒരു തീരുമാനമെങ്കിൽ സതീഷിന്റെ മേൽക്കൈ വരുമോ? ഘടകകക്ഷികളുടെ പേര് എത്രത്തോളം പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞു പോയ രണ്ട് ഘടകകക്ഷികൾ RSPയും അതോടൊപ്പം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരോട് പ്രതികരണം തേടി. PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചു, ഷിബു ബേബി ജോൺ സംസാരിച്ചു. ആ സംസാരത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് VD സതീശന്റെ പേര് ഘടകകക്ഷികൾ കൃത്യമായി പറയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെയാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ KCക്ക് അനുകൂലമായ ഒരു വികാരം ഈ MLA-മാരുടെ യോഗത്തിനിടയിൽ ഉണ്ടായതിനാലാണോ എന്നറിയില്ല. അങ്ങനെ ഒരു പിന്തുണയുണ്ട് എന്നുള്ള വാർത്ത വന്നതിനാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ നേതാക്കൾ കൃത്യമായി തന്നെ പേര് ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കണം, ഇതാണ് തങ്ങളുടെ നിർദ്ദേശം എന്നുള്ള കാര്യം പറയുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു. അതിൽ നിന്നും ചിലത് വായിച്ച് എടുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുജന വികാരം മാനിക്കണം എന്നൊരു കാര്യം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയമുണ്ടാക്കി കൊടുക്കാൻ കാരണമായ VD സതീശനുള്ള ഒരു പിന്തുണയായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ലീഗിന്റെ ഒരു പൊതുവികാരമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവർ ഘടകകക്ഷികളുടെ രണ്ട് ഘടകകക്ഷികളുടെ തീരുമാനം
ഇരിക്കുന്നു. ഇനിയും ഘടകകക്ഷികളുടെ തീരുമാനം അറിയാനുണ്ട്. പി ജെ ജോസഫ് അടക്കമുള്ള ആളുകൾ അകത്തേക്ക് കയറി അവർ അകത്ത് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പി ജെ ജോസഫും സംഘവുമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, അതോടൊപ്പം തന്നെ മോൻസ് ജോസഫ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ അകത്തേക്ക് എത്തിയപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും ഇനിയിപ്പോൾ അവരുടെ പ്രതികരണം ഉണ്ടാകുക. അതോടൊപ്പം മാണി സി കാപ്പൻ അടക്കമുള്ള CP ജോൺ അടക്കമുള്ള ആളുകളും അകത്തുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായം അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ ലീഗും അതോടൊപ്പം തന്നെ കേരള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഘടകകക്ഷികളിൽ ഇപ്പോൾ ആദ്യം മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഘടകകക്ഷികളിൽ അത് മുസ്ലിം ലീഗിന് തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, ആ മുന്നണിയിൽ മനസ്സിൽ ആരാണ് എന്ന തീരുമാനം ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളവർ ചർച്ച കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അറിയാം. എന്തായാലും ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമാണ്. കോൺഗ്രസിന്റെ 63 MLA-മാരെ കേട്ടു, അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മുന്നണിയുടെ മനസ്സിൽ ആരാണ് എന്നറിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. അമൽ, ഇന്നിപ്പം പി ജെ ജോസഫ് ഇനി വരാനുണ്ട്, മോൻസ് ജോസഫും ഒക്കെ വരാനുണ്ട്. പക്ഷെ അതിനു മുൻപ് ഇന്ന് തൊടുപുഴയിൽ ഒരു തലമുറ മാറ്റം കണ്ടതാണ് ഇത്തവണ. വളരെ കൃത്യമായി തന്നെ VD സതീശൻ എന്ന നിലപാട് അത് അപ്പു ജോൺ ജോസഫ് പറയുന്നുണ്ട്. അപ്പോൾ ഘടകകക്ഷികൾ അതുകൊണ്ട് തന്നെ ഒരു മേൽക്കൈ VD സതീശൻ ഉണ്ടാകുമോ? അപ്പം ഇനി ആരൊക്കെയാണ് പുറത്തേക്ക് വരാനുള്ളത്? ആരെങ്കിലും ഒരു പരസ്യ പ്രതികരണത്തിന് ആ പേര് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അമൽ? അതായത് പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നേരത്തെ ഷിബു ബേബി ജോൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടി നേരത്തെ ആര് പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി ഒന്ന് തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്, അതിവിടെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇനി എത്ര ചോദിച്ചാലും നമുക്കൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒപ്പമുള്ള ആളുകളോട് വ്യക്തിപരമായി സംസാരിച്ച സമയത്ത് പറഞ്ഞത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ ചില പൊതുവായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനറലായി ചില വിഷയങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു. അത് തിരഞ്ഞെടുപ്പിനെ മുന്നണിയെ ഒന്നിച്ച് നയിച്ച കാര്യമടക്കമുള്ള വിഷയങ്ങൾ, കൂട്ടായി മുന്നണി മുന്നോട്ട് പോയ കാര്യമടക്കമുള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് VD സതീശന് പരോക്ഷമായിട്ടുള്ള ഒരു പിന്തുണയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ പേരെടുത്ത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നോ KC വേണുഗോപാലിനെ ആക്കേണ്ടായെന്നോ അത്തരത്തിലുള്ള ഒരു നിലപാടും ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഷിബു ബേബി ജോണിന്റെ പ്രതികരണമാണെങ്കിൽ കൃത്യമാണ്. ഏതെങ്കിലും ഒരു നേതാവിനെ നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്നിൽ ആര് മുഖ്യൻ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഘടകകക്ഷികളിലേക്ക് വരുമ്പോൾ 2 പേരേ ഉള്ളോ? ചെന്നിത്തല ഔട്ടായോ കംപ്ലീറ്റ്ലി പിക്ചറിൽ നിന്ന്? ആരുടെയും പേര് മുൻനിർത്തിയുള്ള ചർച്ച അവിടെ നടക്കുന്നില്ല. അതായത് രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ഇങ്ങനെയുള്ള പേരുകൾ ഉയർത്തിക്കാട്ടി ഇതിൽ നിങ്ങൾക്ക് ആര് വേണമെന്നുള്ള ചോദ്യം ഉയരുന്നില്ല. ആ ചോദ്യം ഉയർന്നത് ഇന്ന് രാവിലെയായിരുന്നു. MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് തന്നെ ചോദിച്ചു. അവരുടെ മനസ്സറിഞ്ഞു, അത് രേഖപ്പെടുത്തി. പക്ഷേ ഇവിടെ എത്തി ഘടകകക്ഷികളുമായുള്ള ചർച്ച നടക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളില്ല, പറച്ചിലില്ല. ഷിബു ബേബി ജോൺ അത് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. ആരെങ്കിലും മുഖ്യമന്ത്രി ആകണം എന്ന് ചോദിക്കുകയോ ആകണമെന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇവർ അത് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യവും പറച്ചിലും ഉണ്ടായിട്ടില്ല. പേര് വെച്ചുള്ള ചർച്ച നടക്കുന്നില്ല. എന്നാൽ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രണ്ട് ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളുടെ കൂടിക്കാഴ്ച അവസാനിച്ച് അവർ മടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് UDF-ലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷി ലീഗിന്റെ കൂടിക്കാഴ്ച അവസാനിച്ച് മടങ്ങുന്നു. ഇനി 4ാമത്തെ വലിയ ഘടകകക്ഷി RSP അവരുടെ കൂടിക്കാഴ്ചയും അവസാനിച്ച് മടങ്ങുകയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3ാമത്തെ വലിയ ഘടകകക്ഷി കേരള കോൺഗ്രസിനെയാണ്. കേരള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ വിവാന്ത ഹോട്ടലിലുണ്ട്, അകത്തുണ്ട്. അവരുടെ കൂടിക്കാഴ്ച ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് മാണി സി കാപ്പൻ അതോടൊപ്പം തന്നെ 63 MLA-മാരെ കേട്ടു, അവരുടെ മനസ്സിൽ ആരാണ് എന്നറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഘടകകക്ഷികളിലേക്ക് ഡൽഹിയിൽ നിന്നെത്തിയ AICC നിരീക്ഷകർ നീങ്ങുകയാണ്. മുസ്ലിം ലീഗ് കഴിഞ്ഞു, RSP കഴിഞ്ഞു, CMP നേതാവ് CP ജോൺ അടക്കം ഇനി ബാക്കിയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ ആരാണ്, അവർ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം AICC നിരീക്ഷകരോട് പറയും.